ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ പേടിച്ചതുപോലെ നമ്മുടെ മുറ്റത്തോട്ട് വെള്ളം വന്നില്ല കേട്ടോ. ബാക്ക് സൈഡിൽ നിന്നിട്ട് ഇന്ന് ഇച്ചിരി ഇറക്കമുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മുറ്റത്തോട്ടുള്ള വെള്ളമൊക്കെ കയറി വന്നത് അങ്ങ് വലിഞ്ഞ് കേട്ടോ. പക്ഷേ നമ്മുടെ റോഡിൽ നല്ല വെള്ളമാണ്. നമ്മൾ ബസ്സൊക്കെ കയറാൻ പോകത്തില്ലേ, അപ്പോൾ അവിടെ നല്ല വെള്ളമാണ്. അപ്പോൾ ടിനോപ്പൻ എന്തായാലും ക്ലാസ്സുണ്ട്, അവന് രാവിലെ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും ചോറൊക്കെ വെച്ച് പിന്നെ പെട്ടെന്ന് ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല മഴയാണ് ഇന്നലെ തൊട്ട്, നല്ല മഴയാണ് കേട്ടോ. മിനിഞ്ഞാന്ന് പകലൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്നലെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് പെട്ടെന്നൊരു മഴ സമയത്തൊക്കെ പെട്ടെന്നുള്ള പലഹാരമാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഈ റവ മേടിച്ച് വെച്ചിട്ട്, അന്നേരം വറുത്ത റവയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാനൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാവും പഴവുമാണ് നമുക്ക് രാവിലെ. അന്നേരം നമുക്ക് അപ്പൂസിന് അവധിയാണ് കേട്ടോ. ഒരാഴ്ചയായി സ്കൂൾ തുറന്ന് 2 ദിവസമേ ഉള്ളായിരുന്നു ക്ലാസ്. അത് കഴിഞ്ഞ് നമുക്ക് കുട്ടനാട് താലൂക്കിന് അവധിയാണ്. കാരണം ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ. മിക്ക വീടുകളിലും മുറ്റത്ത് വെള്ളം തന്നെയാണ്. പിന്നെ റോഡിലെ വെള്ളമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ആഡ് ചെയ്തില്ല, വിട്ടുപോയി കേട്ടോ. അപ്പം തണ്ട് രാവിലെ നമ്മൾ പെട്ടെന്ന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി പഴമൊക്കെ തണ്ട് കവറിനകത്ത് തന്നെ വാങ്ങി ഇരിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് തണ്ട് പുറത്തോട്ട് വെച്ചു. പിന്നെ ഉപ്പുമാവ് കഴിച്ചുകൊണ്ട് ടിനോപ്പം പോയി. അപ്പം നമ്മൾ പെട്ടെന്ന് വയ്ക്കാവുന്ന അരി ഉണ്ടായിരുന്നു കേട്ടോ. ഗ്യാസിലിട്ട് വെച്ച് അവന് ചോറ് കൊടുത്ത് വിട്ടു. പിന്നെ നമുക്ക് സാവധാനം മതിയല്ലോ, കാരണം അപ്പൂസിന് അവധിയാണ്, ഒരാഴ്ചയായി സ്കൂളില്ല. പിന്നെ എഴുന്നേറ്റിട്ടും ഇല്ല കേട്ടോ. വെള്ളം ഇങ്ങനെ റോഡിലൊക്കെ നല്ല വെള്ളമായതുകൊണ്ട് ട്യൂഷനും വിട്ടിട്ടില്ല. അപ്പം പിന്നെ അപ്പൂസിന് അവധി തന്നെയാണ്, ഇവിടെ ഉണ്ട്. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചായയൊക്കെ ഇട്ടു. രാവിലത്തെ ചായയോടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനും അപ്പൂസൂടെ ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയാണ് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ചൂടോടെ കുറച്ച് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പിന്നെ നമുക്ക് മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. അപ്പം നിങ്ങളൊക്കെ മീനിപ്പം വാങ്ങുന്നുണ്ടോയെന്ന് പറയണം കേട്ടോ. അങ്ങനെ വേണ്ട ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഉപ്പുമാവ് കഴിക്കാൻ പോവാണ് കേട്ടോ. അന്നേരം ഉപ്പുമാവും പഴവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് പറയണം. അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാറില്ലല്ലോ. എപ്പോഴും അപ്പം, ദോശ, ഇഡലി ഒക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മടി തോന്നുന്ന ദിവസം രാവിലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കും കേട്ടോ. അന്നേരം മക്കൾക്ക് വലിയ പ്രിയമൊന്നുമില്ല, ഉപ്പുമാവ് ഉണ്ടാക്കി അവിടെ തന്നെ ഇരിക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ പഴം കൂട്ടി ഉപ്പുമാവ് കഴിക്കാൻ. അങ്ങനെ ഞാനും അപ്പൂസും ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പൂസിൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ എടുക്കണ്ട, ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പൂസിൻ്റെ കളി ആണെന്ന് കേട്ടോ. കാരണം അവന് ഇങ്ങനെ നമ്മുടെ ഈ പഴയ ഫ്രിഡ്ജിൻ്റെ ഒരു ഡോറുണ്ടല്ലോ, ആ ഡോറല്ല, അതിൻ്റെ അത് നമ്മുടെ കടവിൽ കെട്ടിയിടും. എന്നിട്ട് അതിനകത്ത് കയറി ഇരുന്ന് ഇങ്ങനെ തുഴയുവാണ് കേട്ടോ. കാരണം നമ്മുടെ കടവിലോട്ട് നല്ല വെള്ളമാണ്, വെള്ളം പൊങ്ങി കിടക്കുകയാണ് കേട്ടോ. വഴിക്കോട്ട് കയറിയിട്ടില്ല കണ്ടോ. ഇതാണ് നമ്മുടെ അപ്പൂസിൻ്റെ പണി. ഇത് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. കെട്ടിയിട്ടിട്ട് ഇതിനകത്ത് കയറിയിരുന്ന് ഇങ്ങനെ കൈയിട്ട് തുഴയുക. ഞാൻ വഴക്ക് പറയുന്നുണ്ട്, തണുപ്പടിക്കും അകത്ത് കയറാൻ പറഞ്ഞ്. അന്നേരം അവൻ ഇച്ചിരി നേരമൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കയറി കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൂവൻ കോഴിയാണ് കുറേ ദിവസമായി തുറന്ന് വിട്ടിട്ട് കേട്ടോ. അപ്പൂസ് പോയി തുറന്നങ്ങ് വിട്ടു. അപ്പോൾ അത് ഇറങ്ങി കുറേ ദിവസം കൂടി ഇറങ്ങിയതിൻ്റെ ഒരു വെപ്രാളവും ഒക്കെയാണ് അതിന് കേട്ടോ. അപ്പം ഇങ്ങനെ കൂട്ടി തന്നെ തിങ്ങി കിടക്കുമല്ലേ. അപ്പം ഞാൻ നമുക്ക് കുറച്ച് ചൂടയാണ് രാവിലെ കിട്ടിയിരിക്കുന്നത്. അതൊക്കെ വെട്ടാനായിട്ട് വന്ന് സ്റ്റൂളൊക്കെ ഇട്ടിരുന്നു കേട്ടോ. കാരണം ഈ കുഞ്ഞു മീനൊക്കെ ആകുമ്പം നമുക്ക് നിന്നുകൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ കാല് കഴിക്കും. ഒന്നാമത് തണുപ്പൂടാണ്, കുറേ സമയം നിൽക്കണമല്ലോ. അപ്പം ഞാൻ സ്റ്റൂളൊക്കെ ഇട്ടിരുന്ന് കാര്യമായിട്ടിരുന്ന് വെട്ടാൻ പോവാണ് കേട്ടോ. അതിന് കുറച്ച് ചൂടേ ഉള്ളൂ, അത് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം ഞാനിത് വെട്ടിയെടുക്കുന്ന സമയത്ത് ഈ കോഴി പുറത്ത് തന്നെ നിൽക്കുന്നതാണ്. പിന്നെ നമ്മുടെ പൂവൻ കോഴി ഓടി വന്ന് കേട്ടോ. ഞാൻ പേടിച്ച് പോയി, ശരിക്കും പറഞ്ഞ് കുറേ നാൾ കൂടിയാണ് ഇതിനെ തുറന്ന് വിട്ടത്. ഇതെന്നെ കൊത്തുമെന്ന് പേടിച്ച് കേട്ടോ. ഞാനന്നേരം ഇങ്ങനെ അടുത്തോട്ട് ഇത് മീൻ ഇങ്ങനെ കൊത്താൻ വന്നപ്പോഴത്തേന് പിച്ചാത്തി ഇട്ട് തട്ടി വിടുവാണ് കേട്ടോ. ചിലപ്പോൾ ഇത് കയറി കൊത്തിയാൽ അറിയത്തില്ല.
കാരണം നമ്മൾ വാങ്ങിയ കോഴിയായിരുന്നു, ചെറിയ പൂവൻ കോഴിയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കൂട്ടിക്കിടന്നപ്പം കുറച്ച് വലുതായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് കൊത്ത് കിട്ടുമോ എന്നുള്ള പേടി കൊണ്ട് ഞാനതിനെ തട്ടി മാറ്റുവാണ്. ഇങ്ങനെ ചെറിയ തലയിട്ട് കൊടുത്തിട്ട് അതിന് വേണ്ട, അതിന് മീൻ തന്നെ വേണം കേട്ടോ. അന്നേരം നമ്മുടെ മറ്റേ കോഴിക്ക് ഞാൻ ഇങ്ങനെ മീൻ വെട്ടുന്ന സമയത്ത് ഇട്ട് കൊടുത്ത് അതിന് നല്ല പരിചയമാണ്. അത് കഴിച്ചോ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കൊത്തി തിന്നോളും. ചട്ടിക്കകത്തൊന്നും തലയിടാൻ വരത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ കാക്കയൊക്കെ ഈ സമയത്ത് വരും, ഞാൻ ഇട്ട് കൊടുക്കും. കുറേ ദിവസമായി ഇങ്ങനെ ഇരുന്ന് മീൻ വെട്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മഴയൊക്കെ ആയതുകൊണ്ട് നിന്നുകൊണ്ട് മീൻ വെട്ടി അങ്ങ് കയറും. അപ്പോൾ എന്തായാലും ഈ മുറ്റത്തോട്ട് വെള്ളം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. കാരണം നമ്മുടെ ബാക്ക് സൈഡ് മുഴുവൻ വെള്ളമായിരുന്നു. എന്തായാലും കയറിയില്ല കേട്ടോ. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലുള്ള വെള്ളം ഇല്ലായിരുന്നു. കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു, മെസ്സേജ് ഇട്ടും ചോദിച്ചു, ബീന വെള്ളം ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ എന്തായാലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ റോഡിലൊക്കെ നമുക്ക് നല്ല വെള്ളമാണ്. ഞാൻ പറഞ്ഞില്ല, ക്ലാസ് ഒന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ മീനൊക്കെ വെട്ടി അതൊക്കെ കഴുകിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം നമ്മുടെ ഈ മീൻ കറിയും മീൻ പറ്റിച്ചതും തന്നെയാണ് എന്നുമില്ലേ. ഇതൊക്കെ മാത്രമാണ് എൻ്റെ വീഡിയോയിലുള്ളത് കേട്ടോ. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാനായിട്ടൊന്നും വീഡിയോ ഞാൻ എടുക്കാറില്ല. പിന്നെ ഇങ്ങനെയുള്ള നാട്ടിൻപുറത്തെ വീട്ടുവിശേഷങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ വീട്ടിലെ കുക്കിങ്ങും നാടൻ കുക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ദോശ, ഇഡലി, പുട്ട്, അപ്പമൊക്കെ ഇതൊക്കെ തന്നെ. പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും ഒരു മീൻകറി, തോര, അതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോയ്ക്ക് കേട്ടോ. ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാർ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. അന്നേരം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ വീട്ടുവിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലേ. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക കേട്ടോ. അങ്ങനെ ഞാൻ തേണ്ട ചൂടയൊക്കെ വെട്ടി അകത്ത് കൊണ്ടുവന്നു. അപ്പം നമ്മുടെ ചോറൊക്കെ വെന്ത് മാറ്റി ഞാൻ പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളമേ നമ്മളിപ്പം മഴക്കാലം ആയത് അല്ലേ തന്നെ ഞാൻ തിളപ്പിച്ച വെള്ളമേ കുടിക്കത്തുള്ളൂ. പിന്നെ ഇപ്പം മഴക്കാലം കൂടെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. എന്തായാലും എനിക്ക് ഈ മീൻ വെട്ടിക്കഴിഞ്ഞ് തേച്ച് കഴുകിക്കഴിഞ്ഞാലും ഒരു സമാധാനമില്ല. വീണ്ടും ഞാൻ അകത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് കല്ലുപ്പൊടിയിട്ട് വീണ്ടും തേച്ച് കഴുകും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എത്ര കഴുകിയാലും എനിക്ക് ഒരു തൃപ്തിയില്ല മീൻ കേട്ടോ. ഞാൻ അവിടെ വെച്ച് കഴുകി കഴിഞ്ഞ് വീണ്ടും നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് വാഷ് ബേസിനകത്തിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് ഞാൻ കറി വയ്ക്കാറുള്ളൂ. അന്നേരം കഴിഞ്ഞ ദിവസം നമുക്ക് മീൻ പറ്റിച്ചതായിരുന്നു. ഈ ചൂട പിന്നെ പറ്റിക്കാനേ കൊള്ളത്തുള്ളല്ലോ, പിന്നെ വറക്കാൻ. എന്തായാലും വറക്കാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ വേറെ കറികളൊന്നും നമുക്ക് ഇല്ല. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് പറ്റിച്ചിട്ട് മക്കൾക്ക് വേണ്ടി ഒരു ഇച്ചിരി എടുത്ത് വറക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുകയാണ് കേട്ടോ. അന്നേരം നമുക്ക് കുറച്ച് മാങ്ങ ഈ കടവിൻ്റെ അവിടുത്തെ മാവേ നിപ്പുണ്ട്. പക്ഷേ എനിക്ക് വെള്ളത്തിലിറങ്ങി പറിക്കാൻ മടിയാണ് കേട്ടോ. പറിക്കാൻ പറ്റത്തുമില്ല, ഞാൻ തലയും കുത്തി വീഴും. അതുകൊണ്ട് ഞാൻ ഓർത്ത് മാങ്ങ പറിച്ചിരുന്നെങ്കിൽ നമുക്ക് പറ്റിക്കാമായിരുന്നു എന്ന്. പക്ഷേ ഞാൻ പറിക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. ഞാൻ പിന്നെ മെനക്കെടാനും പോയില്ല കേട്ടോ. അന്നേരം പിന്നെ പുളി ഇട്ട് തന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ ഞാൻ തന്നെ നമ്മുടെ പീര വയ്ക്കാനുള്ള പുളിയൊക്കെ വെള്ളത്തിലിട്ടു. പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് എപ്പോഴും വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഇച്ചിരി ഉള്ളി, ഇഞ്ചി, പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അതങ്ങ് തോരെ പറ്റിച്ചെടുക്കാം കേട്ടോ. അന്നേരം ഇപ്പം ആറ്റുമീനൊന്നും കിട്ടുന്നില്ല നമുക്കിവിടെ. കിട്ടുവാണെങ്കിൽ ആറ്റുമീനൊക്കെ ഞാൻ വെട്ടുന്നതൊക്കെ കാണിക്കാമായിരുന്നു കേട്ടോ. മഴക്കാലമാണെന്ന് പറഞ്ഞാലും ഇപ്പം റോഡിലൊക്കെ വെള്ളമായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാനും പറ്റത്തില്ല വാങ്ങാൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. അങ്ങനെ ഞാൻ തേണ്ട ചൂടയൊക്കെ പെട്ടെന്നൊന്ന് പറ്റിച്ചെടുക്കാൻ പോവാണേ.
അപ്പോൾ ഇന്നലെ നമ്മൾ പറ്റിച്ചതുപോലെ തന്നെയാണ് ഇന്നും പറ്റിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ചൂട തേങ്ങ അരച്ചിങ്ങനെ കറി വെക്കാറുണ്ട്. ഞാനങ്ങനെ വെക്കാറുമില്ല, വെച്ചിട്ടുമില്ല കേട്ടോ. ഞങ്ങൾക്കിങ്ങനെ ഈ ചൂട കിട്ടിയാൽ പറ്റിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ വേണ്ട ചൂടയൊക്കെ പറ്റിക്കാനായിട്ട് അരപ്പിനകത്തോട്ട് ഇട്ട് കൊടുത്തു. മുളക് പൊടിയൊന്നും ഇടത്തില്ല, പച്ചമുളക് തന്നെയാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുളിയൊക്കെ ഇട്ട് നമ്മൾ തേങ്ങ ഒതുക്കി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. ഇനിയിപ്പം വറക്കാനുള്ളതോടെ ഒന്ന് പുരട്ടി വെക്കണം. പിന്നെ അപ്പൂസിനൊരു മുട്ട പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക്. അന്നേരം നമ്മുടെ മീനൊക്കെ പറ്റി വന്നപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയൂടെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ.